ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സതീഷ്. നമ്മുടെ ഇന്നത്തെ ഡിഷിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ചിക്കൻ ചുക്കയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വിചാരിക്കും നിങ്ങൾ ഇതിലെന്ത് എത്ര പ്രത്യേകതയാണ്. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ മെയിൻ താരം സവോളയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ കൺട്രോൾ പോവും, അത്രയ്ക്ക് സ്വാദാണ്. തന്നെയല്ല ഇത് ഉണ്ടാക്കാനാണെങ്കിലോ ഇത് ഇത്രയ്ക്ക് സിമ്പിളായിരുന്നോ എന്ന് നിങ്ങൾ അതിശയിച്ചു പോവും. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഞാൻ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു മീഡിയം സൈസ് 3 സവോള ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരിഞ്ഞു വെച്ച ഈ സവോള ഉണ്ടല്ലോ, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ചിക്കൻ്റെ ഒരു ഡിഷ് ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരുപാട് സ്റ്റെപ്സ്, അതേപോലെ കുറേ സമയം അതൊന്നും ഇതിന് വേണ്ട. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അന്യായ ടേസ്റ്റും. നിങ്ങളൊരു ചിക്കൻ്റെ ഡിഷാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ഫീലേ നിങ്ങൾക്ക് ഉണ്ടാവില്ല, അത്രയ്ക്ക് ഈസിയാണ്. ഞാനിവിടുത്തെ 2 സ്റ്റെപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്, കാരണം ഫ്രൈ പാൻ കുറച്ച് ചെറുതാണ്. ഇപ്പോൾ നമ്മുടെ സവോള എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്ത് ഇതുപോലെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നായി ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, വേപ്പില, വറുത്ത് വെച്ച സവോള, 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ചെറുനാരങ്ങയുടെ പകുതിയിലുള്ള നീര്. ഇപ്പോൾ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഇതിന് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും ഈ മസാല എല്ലാം പിടിക്കാനായി ഇങ്ങനെ ഫ്രീ ആയി വെക്കണം. ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെക്കണത്. അതല്ല നമുക്ക് നമ്മുടെ കിച്ചൺ സ്ലാബിൽ തന്നെ ഒന്ന് മൂടി വെച്ചാലും കുഴപ്പമില്ല. മുപ്പത് മിനിറ്റിന് ശേഷം ഒരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ എടുത്ത ചിക്കൻ ഉണ്ടല്ലോ, ഇങ്ങനെ മെല്ലെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അത്യാവശ്യം ഇതിങ്ങനെ ചൂടാവുന്നതിനനുസരിച്ച് ചിക്കൻ്റെ കളർ ഇങ്ങനെ മാറി തുടങ്ങും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളം ഒട്ടും നമ്മളിതിൽ ചേർക്കുന്നില്ല. വിത്തൗട്ട് വാട്ടർ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ഈ ചിക്കൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി തുടങ്ങുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കുക, തുറക്കുക. അങ്ങനെ ഒരു 2-3 മിനിറ്റ് വീതം മൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ മെല്ലെ വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ചെറിയൊരു നനവ് ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് ഇറക്കാം, അല്ലാത്തവർ ഫോളോ മീ. മുത്തുമണികളെ, നമ്മുടെ ചിക്കൻ ചുക്ക ഇങ്ങനെ സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊന്നോ, എന്താണ് സാധനം നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. അടാർ ഐറ്റം. വെറും സവോളയുടെ മാജിക് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ തക്കാളിയോ മല്ലിപ്പൊടിയോ പച്ചമുളകോ അങ്ങനെ ഒരു കിണ്ടാമണ്ടി നമ്മൾ ചേർത്തിട്ടില്ല. പേട്ട സാധനം എന്നിട്ടും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.